വെൽക്കം ടു ട്രൈഡോട്ട്. നമുക്ക് വരുന്ന ആഴ്ചയിലെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ട് എടുത്തിരിക്കുന്നത് ഓവറോൾ ട്രെൻഡ് മനസ്സിലാക്കാനും അതുപോലെ മൂവ്മെന്റ് മനസ്സിലാക്കാനാണ്. മന്ത്ലി ചാർട്ടിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നു മാർക്കറ്റ് മുകളിൽ നിന്ന് സ്ട്രോങ് ആയിട്ട് റിജക്ഷൻസ് കിട്ടിക്കൊണ്ട് താഴോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് മാർക്കറ്റ് എത്തിക്കൊണ്ടിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മറ്റൊരു സപ്പോർട്ട് ഏരിയയിലേക്കാണ്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന മാർക്കറ്റ് മുകളിൽ നിന്ന് റിജക്ഷൻ എടുത്ത് ഈ സപ്പോർട്ട് ഏരിയയിലേക്ക് വരുന്നു. വീണ്ടും മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോകുന്നു, വീണ്ടും താഴോട്ടേക്ക് വന്ന് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു, വീണ്ടും താഴോട്ടേക്ക് പോകുന്നു, മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു. ഇപ്പൊ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് മാർക്കറ്റ് വളരെ ഒരു നാരോ ഏരിയയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ പോലെ വലിയ രീതിയിലുള്ള മൂവ്മെന്റ് ഇല്ല. സപ്പോർട്ടിൽ നിന്ന് ഒരു റെസിസ്റ്റൻസിലേക്ക് പോയി, വീണ്ടും സപ്പോർട്ടിലേക്ക് വന്നു, വീണ്ടും റെസിസ്റ്റൻസിലേക്ക് പോകുന്ന സമയത്ത് പഴയ അത്ര മൂവ്മെന്റ് നടന്നിട്ടില്ല. വീണ്ടും താഴോട്ടേക്ക് സപ്പോർട്ടിലേക്ക് വന്നു, സപ്പോർട്ടിലേക്ക് പോയിട്ട് വീണ്ടും റെസിസ്റ്റൻസിലേക്ക് പോയി, റെസിസ്റ്റൻസിലേക്ക് പോകുന്ന സമയത്ത് പഴയ മൂവ്മെന്റ് നടന്നിട്ടില്ല. വീണ്ടും മാർക്കറ്റ് സപ്പോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് മനസ്സിലാക്കുന്നത് രണ്ട് വിധത്തിലാണ് മന്ത്ലി ചാർട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ഒരു സപ്പോർട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലുള്ള റെസിസ്റ്റൻസും സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട്. ഓരോ തവണയും മുകളിലോട്ട് പോകുമ്പോഴും പ്രൈസ് ഷിഫ്റ്റ് ചെയ്ത് താഴോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ടെക്നിക്കലി നോക്കുന്ന സമയത്ത് നല്ലൊരു മൊമെന്റ് കിട്ടാനുള്ള ഒരു സമയമായിട്ടുണ്ട് ആക്ച്വലി. ഒന്നല്ലെങ്കിൽ മുകളിലോട്ട് അല്ലെങ്കിൽ താഴോട്ട് എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുന്ന സമയത്ത്. ഒരുപക്ഷെ മുകളിലോട്ടായിരിക്കാം നമുക്ക് കാണുക. അപ്പോൾ എന്തായാലും അതെല്ലാം അടുത്ത് വരുന്ന മാസങ്ങളിലൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ വരുന്ന മാസം എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടി വരും. പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടി വരും. അതിനു മുന്നേ മന്ത്ലിയിൽ നമുക്ക് ഒരു കാര്യം നോട്ട് ചെയ്യാനുണ്ട്. ഇപ്പം നിൽക്കുന്ന ഏരിയയിൽ നിന്ന് മാർക്കറ്റ് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് ഈ ഒരു ഏരിയ ആണ്. രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടം വരെ എത്താം. അതുപോലെ തന്നെ മുകളിലോട്ട് വരുമ്പോഴും നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ നിയറസ്റ്റ് ആയിട്ടുള്ള സ്ട്രോങ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് ആണ്. എന്തായാലും നമുക്ക് അതിനെ അതുപോലെ തന്നെ റീനെയിം ചെയ്ത് കൊടുക്കാം. ഈ ഒരു സപ്പോർട്ടിന്റെ താഴെ ഇപ്പോൾ പുതിയതായിട്ട് മാർക്ക് ചെയ്ത് ഈ സപ്പോർട്ടിന്റെ താഴെ നോക്കിയാൽ കാണാം ഒരു ഇംബാലൻസ് കൂടിയുണ്ട്. അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത്രയാണ് മന്ത്ലി ചാർട്ടിൽ നമ്മൾ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് വീക്കിലി ചാർട്ടിലോട്ട് പോവാം. വീക്കിലി ചാർട്ടിലോട്ട് പോകുന്ന സമയത്ത് കഴിഞ്ഞ ആഴ്ച അനാലിസിസ് കണ്ടിരിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് ഇപ്പോൾ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് മുകളിലോട്ട് കയറി പോകുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതൊരു ബെയറിഷ് ക്യാൻഡിലായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് എവിടം വരെ ഇറങ്ങും എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൈ ലോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഹൈ ഉണ്ട്, ഇവിടെ ഒരു ലോ ഉണ്ട്. അപ്പോൾ ഈ ലോ വരെ ഒരു പക്ഷേ ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ ലോയിനെ ബ്രേക്ക് ചെയ്യാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ മുകളിൽ ഇപ്പൊ ഈ കാണുന്ന ലോയുടെ മുകളിൽ വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ് ഈ കാണുന്നത്. ഈ ലോയിനേക്കാളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ. അപ്പോൾ അതിനെയും സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. കാരണം നമുക്കത് ഫ്യൂച്ചറിൽ ചിലപ്പോൾ ആവശ്യം വരും. അതുകൊണ്ട് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ഇനി മുകളിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഇംബാലൻസ് ഒക്കെ കാണുന്നുണ്ട്. ചെറിയൊരു ഇംബാലൻസ് ഒക്കെ കാണുന്നുണ്ട്. അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് വീക്കിലി ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ഡേ ചാർട്ടിലോട്ട് പോവാം. ഡേ ചാർട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് ഒരു വലിയൊരു പുൾ ബാക്കിലാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. അതിനു വേണ്ടിയിട്ട് ഫിബനാച്ചി എടുത്ത് നോക്കുക. ഫിബനാച്ചി വരയ്ക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് 78.60 ഉള്ളിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് നോക്കിയാൽ കാണാം കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഒരു മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതൊരു പക്ഷെ എവിടം വരെ പോവും എന്നുള്ളത് നമുക്ക് ഡേ ചാർട്ടിലോട്ട് മാർക്ക് ചെയ്തിടാം. അതിൽ ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. ഈ ഒരു ഏരിയയും കഴിഞ്ഞ ആഴ്ചയിലൊക്കെ അനാലിസിസ് നടത്തുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് മാർക്ക് ചെയ്തൊരു ഏരിയ ആയിരുന്നു അത്. ഈ ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഇവിടെ നിന്നിട്ടാണ് താഴോട്ടേക്ക് വന്നത്. അപ്പോൾ ആ ഒരു ഏരിയനെ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ താഴെ ഒരു ഇംബാലൻസ് ഉണ്ട്. ആ ഒരു ഇംബാലൻസ് നോക്കിയാൽ കാണാം എടുത്തിട്ടാണ് മാർക്കറ്റ് താഴോട്ടേക്ക് വന്നിരിക്കുന്നത്. എന്നിരുന്നാലും ചെറിയൊരു ഇംബാലൻസ് ഉണ്ട്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്.
ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരുന്ന വളരെ സ്ട്രോങ് എന്ന് പറഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ. ആ ഏരിയനെ നമ്മൾ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 4 ഹവറിലേക്ക് പോവാം. 4 ഹവറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ നിൽക്കുന്നത്. ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ഒരുപക്ഷെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നോക്കിയാൽ കാണാം റീടെസ്റ്റ് നടന്നിട്ടില്ലായിരുന്നു. റീടെസ്റ്റ് നടക്കാതെ മാർക്കറ്റ് അവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങി. താഴോട്ടേക്ക് ഇറങ്ങിയതിന് ശേഷം വീണ്ടും ഒരു ഇംബാലൻസിൽ നിന്ന് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് സാധ്യതകൾ പറയാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ നമുക്ക് 1 ഹവറിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി കൃത്യമായിട്ട് പറയാൻ കഴിയുമായിരിക്കും. ഇവിടെ നോക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് സംഭവിച്ച് ഇവിടേക്ക് റീടെസ്റ്റ് വന്നിട്ടുണ്ട്. റീടെസ്റ്റ് വന്നിട്ട് ആണ് മുകളിലോട്ട് വീണ്ടും പോകുന്നത്. എന്തായാലും നമുക്ക് ആ ട്രെൻഡ് ലൈൻ വരച്ചിടാം. ബാക്കി 2 ഏരിയാസിനെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇനി 1 ഹവറിലേക്ക് പോയിട്ട് നമുക്ക് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. 1 ഹവറിലേക്ക് വരുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് ലാസ്റ്റ് ഫ്രൈഡേയിലെ അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് അവിടേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്കൊരു എൻട്രി കിട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. പറഞ്ഞ പോലെ തന്നെ എൻട്രി കിട്ടിയിട്ടുണ്ട്. അത് മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. ഈ ഒരു ഏരിയ ഇപ്പോൾ തന്നെ നല്ലൊരു അത്യാവശ്യം സപ്പോർട്ട് ഏരിയ ആണ്. അപ്പോൾ അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട്, സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. കളർ ഒന്ന് മാറ്റിയിടുന്നുണ്ട്. ഇനി മുകളിലോട്ട് വരുന്ന സമയത്ത് 1 ഹവറിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസിന്റെ പ്രത്യേകത മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷം താഴോട്ടേക്ക് വന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഹിറ്റ് ചെയ്തു. വീണ്ടും അവിടേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മിക്കവാറും മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് കയറിപ്പോയി ഒന്ന് ഇതിന്റെ താഴെയിൽ നിന്ന് റിയാക്ഷനോ അല്ലെങ്കിൽ റിജക്ഷനോ തരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിന് റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ, വലിയ റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എൻട്രി ഉണ്ട്. അല്ല, റിയാക്ഷൻ ആണെങ്കിൽ വീണ്ടും മുകളിലോട്ട് പോയി കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ഏരിയയുടെ പ്രത്യേകത നോക്കിയാൽ കാണാം. നേരത്തെ നമ്മളവിടെ ഇംബാലൻസ് ആയിരുന്നു വരച്ചിരിക്കുന്നത്. ഇവിടെ ഇംബാലൻസ് പ്ലസ് സപ്ലൈ സോണും കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഒരുപക്ഷെ ബൈ എൻട്രി ഇപ്പോൾ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. ബൈ എൻട്രി കൺഫേം ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന്, അതായത് നേരത്തെ വരച്ചിരിക്കുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് നല്ലൊരു ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് കിട്ടി, നല്ലൊരു ഇമ്പൾസീവ് ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ട് അവിടേക്ക് റീടെസ്റ്റ് വരുന്ന സമയത്ത്, ഈ പറഞ്ഞ രീതിയിലൊന്ന് റീടെസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ബൈ എൻട്രി എടുക്കാം. അത് നോക്കേണ്ടത് റീടെസ്റ്റ് വീക്ക്നെസ് ഉണ്ടായിരിക്കണം. മാത്രമല്ല ഇപ്പോൾ നിൽക്കുന്ന ഹൈ, അതായത് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് ഈ റെഡ് ഇതിന്റെ മുകളിൽ ഹൈ നിന്ന് ഇങ്ങനെ നിന്നിട്ട് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ ഇത്തിരി കൂടി എളുപ്പം, ഇത്തിരി കൂടി നല്ലതാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ അവിടെ നിന്ന് ഈ ബ്രേക്ക്ഔട്ട് തന്നതിന് ശേഷം നല്ലൊരു ക്യാൻഡിൽ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് സെല്ലായിരിക്കും കിട്ടാനുള്ള സാധ്യത. അത് ഞാൻ അടുത്തതിൽ പറയാം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇങ്ങനെ നിന്നിട്ട് മാർക്കറ്റ് ഇങ്ങനെ നിന്നതിന് ശേഷം മുകളിലോട്ട് പോയി ഈ ഒരു ടാർഗറ്റിലേക്ക്, ഏറെക്കുറെ ഈ ഒരു ഏരിയയിലേക്ക് വരെ നമുക്ക് ടാർഗറ്റ് കിട്ടാവുന്നതാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കണം. ഒന്ന് താഴെ കുറച്ചു നേരം നിന്നിട്ട് ആണ് ബ്രേക്ക്ഔട്ട് എങ്കിലാണ് ഇവിടം വരെ എത്താനുള്ള സാധ്യത കാണുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം ഇവിടം വരെ ടാർഗറ്റ് കിട്ടാം, അല്ലെങ്കിൽ കുറച്ചും കൂടി മുകളിലോട്ട് വെക്കാം. അതിൽ നിന്ന് വീണ്ടും നമുക്ക് കുറച്ചും കൂടി ഇവിടം വരെയൊക്കെ വെക്കാവുന്നതാണ്. മാർക്കറ്റിന്റെ ഒരു ബിഹേവിയർ അനുസരിച്ച് ഇവിടെ എത്രത്തോളം കൺസോൾട്ടേറ്റ് ചെയ്തു എന്നതിന്റെ ബിഹേവിയർ അനുസരിച്ച് നമുക്ക് കൂടുതൽ മുകളിലോട്ട് ടാർഗറ്റ് വെക്കാം. അപ്പോൾ അങ്ങനെ ഒരു ബൈ എൻട്രി ഉണ്ട്. ഇനി ഒരു സെൽ എൻട്രി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ മുകളിലോട്ട് ഒരു ക്യാൻഡിലോ വന്നിട്ട് റിജക്ഷൻ ക്യാൻഡിലോ അല്ലെങ്കിൽ നല്ലൊരു എൻഗൾഫിങ്ങോ വന്നിട്ട് ഇതിന്റെ താഴോട്ടേക്ക്, ഈ ഒരു റെസിസ്റ്റൻസിന്റെ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞ് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിന്നിട്ട് മാർക്കറ്റ് ചിലപ്പോൾ ഒരു പക്ഷേ താഴോട്ടേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലോ വരെ വീണ്ടും നമുക്കൊരു സെൽ എൻട്രി കിട്ടാവുന്നതാണ്. പറഞ്ഞൊരു കണ്ടീഷൻ ശ്രദ്ധിക്കണം. മാർക്കറ്റ് മുകളിൽ നിന്ന് വന്ന് ഇതിന്റെ താഴെ ക്ലോസ് ചെയ്ത് കുറച്ച് നേരം ഇവിടെ നിന്നതിന് ശേഷം ഒരു ക്യാൻഡിൽ വീണ്ടും താഴോട്ടേക്ക്, നല്ലൊരു ക്യാൻഡിൽ താഴോട്ടേക്ക് വന്നാൽ മാത്രമാണ് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. താഴോട്ടേക്ക് വരിക എന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് കുറച്ച് നേരം മുകളിലേക്കാണ് നിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ വീണ്ടും ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് മുകളിലോട്ട് പോകും. അപ്പോൾ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം, ഈ ഒരു ലോയുടെ ഒക്കെ താഴോട്ടേക്ക് ക്ലോസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു ബൈ എൻട്രി ഉണ്ട്. ഇവിടുന്ന് ഇവിടം വരെ ഒരു ബൈ എൻട്രി ഉണ്ട്. ആ ഒരു ബൈ എൻട്രി ഒരു പക്ഷേ കുറച്ചും കൂടി താഴോട്ടേക്ക് വന്ന് ഈ ഒരു 67 വരെയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ആണ്. ആ ഏരിയയിലേക്കൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് 2 ബൈ എൻട്രി സെൽ എൻട്രി എന്ന് പറയുന്നത്. ഇനിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയുടെ മുകളിൽ ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ടെങ്കിൽ
ബൈ വീണ്ടും സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയി ഈ ഒരു ഏരിയ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തൊരു ഇംബാലൻസ് ഉണ്ടായിരുന്നു ഹയർ ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്ത ഇംബാലൻസിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിലേക്കോ മാർക്കറ്റ് എത്താനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിന്റെ താഴോട്ടേക്ക് വന്നിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഇതിന്റെ താഴോട്ടേക്ക് വന്ന് ക്ലോസ് ചെയ്ത് കുറച്ചു നേരം ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് ചിലപ്പോൾ ഒന്ന് മുകളിലോട്ടേക്ക് ഒന്ന് കയറി വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്നൊരു സെൽ എൻട്രി ഉണ്ട്. അതിൻ്റെ ഒരു ടാർഗറ്റ് പറഞ്ഞത് 64,750 വരെയൊക്കെ ഏറെക്കുറെ എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഏരിയ ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ നടക്കുക. അപ്പോൾ ആ ഏരിയയിൽ വന്നിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ട്രേഡ് എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ട്രേഡ് എടുക്കുന്ന ആളുകളെല്ലാം അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്.